ഗൈസ് ഇപ്പോഴത്തെ കൊളാബറേഷൻ കഴിയുമ്പോഴത്തേക്കിനും അടുത്ത കൊളാബറേഷൻ ഏതാണെന്ന് കണ്ടോ? ഡ്രാഗൺ ബോളുമായിട്ടാണ് പുതിയ കൊളാബറേഷൻ വരാൻ പോകുന്നത്. ഇത് എന്നാണ് വരാൻ പോകുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന റിവാർഡ്സിനെ കുറിച്ച് നോക്കുന്നുണ്ട്. സോ ജിൻഡാമ കൊളാബറേഷനെ പറ്റിയിട്ട് ഈസിപ്പം നമ്മൾ നോക്കുന്നുണ്ട്. സോ ഇത് കൂടാതെ ഈസിപ്പം നമ്മുടെ ഗെയിമിനകത്തോട് വരാൻ പോകുന്ന ട്രഷർ ഇവൻറ്റിനെ പറ്റിയിട്ട് നോക്കുന്നുണ്ട്. ട്രഷർ ഹണ്ട് ഇവൻറ്റിനകത്തോട് നമുക്ക് കിട്ടാൻ പോകുന്ന ഫ്രീ റിവാർഡ്സിനെ കുറിച്ച് നോക്കുന്നുണ്ട്. വാലന്റൈൻസ് ഡേ ഇവൻറ്റിനെ പറ്റിയിട്ട് നോക്കുന്നുണ്ട്. 6-ാം തീയതി വരാൻ പോകുന്ന ഫ്രീ ഇവൻറ്റിനെ കുറിച്ച് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജുജുത്സു കൈസൻ്റെ ബണ്ടിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു ഇവൻറ്റ് നിങ്ങൾ കളിച്ചാൽ മതി, കൂടുതൽ ടോക്കൺസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് പശവന്മാരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്നും നോക്കേണ്ട, നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സിനെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ആ ഒരു ബെൽ ബട്ടൺ ഓണാക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. ഗൈസ് അധികം പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോയിലേക്ക്. ഗൈസ് ഗെയിമിനകത്തോട്ട് ട്രഷർ ഹണ്ട് എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് വരുന്നുണ്ട്. സോ ഈ ഇവൻറ്റിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഗെയിമിനകത്തോടെ ഏറ്റവും പുതിയതായിട്ട് വരാൻ പോകുന്ന ഒരു ഇവൻറ്റാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗൈസ് ഇപ്പം ഒരു സ്കൈ ഡൈവിങ്ങിൻ്റെ സ്കിൻ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ട്രഷറും കിട്ടുന്നതാണ് നമ്മുടെ മാപ്പിനകത്ത്. ഓക്കെ, നമ്മൾ ഈ ഒരു ട്രഷർ മാപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന വഴിക്ക് സോ നമ്മുടെ ആ ഒരു മാപ്പിനകത്ത് ഇപ്പം ഒരു സ്പോട്ട് ഇങ്ങനെ ആഡ് ആവുന്നതാണ്. സോ ഇവിടെയാണ് ട്രഷർ ഇരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞേക്കുന്ന അപ്ഡേറ്റിനകത്ത് കുറേയധികം നിഗൂഢമായുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഗൈസ് ട്രഷർ എവിടെയാണ് ഇരിക്കുന്നതെന്ന് കാണണമെങ്കിൽ നമ്മുടെ മാപ്പിനകത്ത് പോകണം. അത് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്ന വഴിക്ക് സോ നമുക്ക് ആ ഒരു സ്ഥലത്ത് എത്താൻ പറ്റും. എത്തുന്ന വഴിക്ക് തന്നെ നമ്മൾ കുഴിക്കാൻ പറ്റും. ഓക്കെ, ഡിഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അന്നേരം തന്നെ ഇപ്പം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഗുഹ പോലെ ഇങ്ങനെ തുറന്നു വരുന്നതാണ്. പുതിയൊരു സ്ഥലം തുറന്നു വരുന്നതാണ്. താഴെ പോകുന്ന സമയത്ത് ഈസപ്പം നമുക്കിങ്ങനെ നിധിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ നിധിയാണ് കൊടുക്കുന്നത്. ഈസം റിവൈവൽ പോഡ് കൊടുക്കുന്നുണ്ട്, സ്കൈ പോർട്ടൽ എന്ന് പറയുന്ന ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല 4 ഷോട്ട് ട്രോഗണും കൊടുക്കുന്നുണ്ട്. ഗൈസ് നമുക്കിനി ഓരോന്നിൻ്റെ യൂസ് നോക്കാം. റിവൈവൽ പോർട്ടിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഗൈസ് അപ്പോൾ നമുക്ക് താണ്ടി ഈ ഒരു സാധനം ഇവിടെ ചെയ്തിട്ട് റാലി അപ്പ് എന്ന് പറയുന്നൊരു സാധനം കൊടുക്കാൻ പറ്റും. നമ്മുടെ ടീംമേറ്റ് എവിടെയാണോ ഈസപ്പം നമുക്കിങ്ങനെ നോക്കായി കിടക്കുന്നത് അവർക്കിങ്ങനെ റിക്വസ്റ്റ് പോകുന്നതാണ്. അവരത് അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്ഥലത്തോട്ട് അവരിങ്ങനെ റിവൈവലായിട്ട് വരുന്നുണ്ടാവും. അതായത് ഈസപ്പം അവർക്ക് ഇങ്ങോട്ട് ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതായത് അങ്ങനത്തെ ഒരു സംഭവം വരുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ പേരാണ് ഈസപ്പം റിവൈവൽ പോർട്ട് എന്ന് പറയുന്നത്. ഇതാണ് ഈസപ്പം നമുക്ക് ആ ഒരു ട്രഷർ വഴിയിട്ട് തന്നെ കിട്ടിയേക്കുന്നത്. സോ ഇത് അടിപൊളിയുള്ള സംഭവമാണ്. എവിടെ നിൽക്കുന്ന ടീംമേറ്റ്സിനെ വേണമെങ്കിലും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. ഗൈസ് സ്കൈ പോർട്ടൽ കിട്ടുന്ന സമയത്ത് എന്തായാലും ഈസം പറഞ്ഞുതരാം. ഓക്കെ, സോ പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഷോട്ട് ട്രോഗൺ ആണ്. ഈ ഒരു സംഭവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസപ്പം നമുക്ക് 4 ഷോട്ട് അടിക്കാൻ പറ്റും ഈ ഒരു ട്രോഗൺ. ഓക്കെ, സോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ഇതിൻ്റെ യൂസ് കൂടുതലായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമുക്കിങ്ങനെ ചെയ്തേക്കുന്നത്. അതായത് ഈസപ്പം നമുക്ക് ട്രോഗണിന് പുതിയ റൂബി ഷോട്ട് എന്ന് പറയുന്ന ഒരു സ്കിൻ വരുന്നതാണ്. ഈ ഒരു സ്കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായുള്ള ഒരു ഈവോ ഗൺ സ്കിന്നാണ്. അത് കൊണ്ടുവരുന്ന സമയത്ത് ഇത് ആൾക്കാർ എടുക്കാൻ വേണ്ടിയിട്ടാണ് 4 ഷോട്ട് ട്രോഗൺ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു ഫീച്ചർ വന്നേക്കുന്നത്. സോ ഇത് ഈസപ്പം നമുക്ക് പുതിയതായിട്ട് ഈ ഒരു ട്രഷർ ഹണ്ട് ഇവൻറ്റ് വരുന്ന സമയത്ത് വരുന്നതാണ്. ഈ ഒരു ടോക്കൺ വീൽ ഇവൻറ്റ് കൂടിയിട്ടായിരിക്കും ഈ ഒരു ട്രോഗണിൻ്റെ ഗൺ സ്കിന്നും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. ഓൾറെഡി തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ് ഇതുകൂടാതെ ട്രഷർ ഹണ്ട് ഇവൻറ്റ് വരുന്ന സമയത്ത് ഈ ഒരു ഇമോട്ട് വരുന്നതാണ്. ഗ്രൂപ്പായിട്ട് ഇടാൻ പറ്റും. ഒരാൾ ഇടുന്ന സമയത്ത് ബാക്കിയുള്ളവരും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ജോയിൻ ആവുന്ന ഒരു ഇമോട്ടാണിത്. പിന്നെ കോഡാക് സ്കില്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഗൈസ്. അപ്പം ആ ഒരു സ്കില്ല് നമ്മൾ ഉപയോഗിക്കുന്ന വഴിക്ക് നമുക്കിങ്ങനെ ചൂസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഏത് വേണോ നോക്കി നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. CS-നകത്തും BR-നകത്തൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഗൈസ് അത് മാത്രമല്ല ഫ്രീ ആയിട്ട് കുറേയധികം റിവാർഡ്സ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇതാണ്ട് ഈ ഒരു ബണ്ടിൽ ഗൈസ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ ഒരു ഉടുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു ഡ്രസ്സാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ ട്രഷർ ഹണ്ട് ഇവൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പുതിയതായിട്ട് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത് ഇതാണ്. സോ ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു റിവാർഡ് എന്ന് വെച്ചാൽ ഗൈസ് ചില സെർവറിനകത്തൊക്കെ ലോസ്റ്റ് ട്രഷർ എന്നാണ് ഈ ഒരു ഇവൻറ്റിൻ്റെ പേര്. ബട്ട് ഗൈസ് നമ്മുടെ ഇന്ത്യൻ സെർവറിനകത്തോട് വരുന്ന സമയത്ത് ഒന്നെങ്കിൽ ഇതിന് ഈസപ്പം ട്രഷർ ഹണ്ടെന്നോ അല്ലെങ്കിൽ റമദാൻ ഇവൻ്റ് എന്നോ ആയിരിക്കും ഇതിൻ്റെ പേര്. ഗൈസ് നമുക്ക് ഈ ഒരു ഇവൻ്റൊക്കെ തുടങ്ങാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ച് മാസത്തിലാണ്. മാർച്ച് മാസം 5-ാം തീയതി തൊട്ട് ഈസപ്പം ഈ ഒരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതാണ്. തുടങ്ങുന്ന വഴിക്ക് തന്നെ ഈസപ്പം താണ്ട് ഈ ഒരു സ്കൈ ഡൈവിങ്ങിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. വേറെ ലെവൽ തന്നെയാണ്. ഇതുകൂടാതെ തന്നെ ഫെബ്രുവരി വാലന്റൈൻസ് ഡേ ഇവൻറ്റ് വരുന്നതാണ്. ഈ ഒരു ഇവൻറ്റ് വരുന്ന സമയത്ത് ഗൈസ് നമുക്ക് താണ്ടി ഇങ്ങനത്തെ ഒരു ഇമോട്ട് വരുന്നുണ്ട്. ഗൈസ് ഈ ഒരു ഇമോട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡുവോ ഇമോട്ടാണ്. ബട്ട് ഗൈസ് ഇത് വേറെ ലെവലാണ് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇങ്ങനെ ജോയിൻ ആക്കാൻ പറ്റും. വേറെ ലെവൽ തന്നെയാണ്. നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടി. എന്തായാലും നമുക്ക് ഈസപ്പം നമുക്ക് വാലന്റൈൻസ് ഡേ ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിതൊക്കെ ഗെയിമിനകത്തോട്ട് വരുന്നതാണ്. സോ ഇതുകൂടാതെ തന്നെ വേറെ കുറച്ചധികം ഐറ്റംസ് കൂടി വരുന്നുണ്ട്. അതിലൊന്നാണ് ഈ ഒരു ബാക്ക് പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും വേറെ ലെവലായിട്ടുള്ള ഒരു ബാക്ക് പാക്കിൻ്റെ സ്കിന്നാണ്. ദെൻ ഗൈസ് പിന്നിലെന്ന് വെച്ചാൽ അതാണ്ട് ഇതാണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഈസപ്പം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ദെൻ ഗൈസ് പിന്നിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീമെയിൽ ബണ്ടിലാണ്. ഫീമെയിൽ ബണ്ടിൽ ഈസപ്പം നമുക്ക് നല്ല രീതിക്ക് ചാൻസ് ഉണ്ട് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ ഗൈസ് പിന്നിലെന്ന് വെച്ചാൽ മെയിൽ ബണ്ടിലാണ്. ഈ ഒരു മെയിൽ ബണ്ടിൽ പെയ്ഡ് ആയിട്ടുള്ള ഇവൻറ്റ് കൂടിയിട്ടാണ് വരുന്നത്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ G18 സ്കിന്നാണ്. G18 സ്കിൻ ഫ്രീ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ദെൻ ഗൈസ് പിന്നുള്ളതെന്ന് വെച്ചാൽ അവതാറാണ്. അവതാർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ G36 സ്കിന്നും വരുന്നുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഗൺ സ്കിന്നിനകത്ത്. ഗൈസ് ഈ ഒരു ജുജുത്സു കൈസൺ ഇവൻറ്റ് കഴിയുമ്പോഴത്തേക്കും ഗെയിമിനകത്തൂടെ ഏറ്റവും പുതിയതായിട്ട് തന്നെ വരാൻ പോകുന്ന ഒരു ഇവൻ്റാണ് ചോപ്പി
കട്ട്സ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റ്. ഗൈസ് നമുക്ക് ഓൾറെഡി തന്നെ അതിൻ്റെ ബാനറും കാര്യങ്ങളൊക്കെ ഗെയിമിനകത്തോട് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സെർവറിനകത്തോട്ട് വന്നിട്ടുണ്ട്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ റിവാർഡ്സ് കിട്ടുന്നുണ്ട്. അതിനകത്ത് കുറച്ചെണ്ണമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉസിക്ക് താണ്ട് ഇങ്ങനത്തെ ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നൈസായുള്ള സ്കിന്നാണ്. ദെൻ ഗൈസ് പിന്നിലെന്ന് വെച്ചാൽ താണ്ട് ബാറ്റിന് താണ്ട് ഇങ്ങനെ മോപ്പില്ലേ, നമ്മുടെ ഈ മുടിയൊക്കെ ഇങ്ങനെ കളയുന്ന മോപ്പ്. ഓക്കെ, സോ അതിങ്ങനെ വരുന്നുണ്ട്. ദെൻ ഗൈസ് പിന്നെ ഒരു ഹെയർ വരുന്നുണ്ട്. നല്ല ഹെയർ ആണ് വന്നേക്കുന്നത്. ദെൻ ഗൈസ് പിന്നിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലൂവാളിൻ്റെ സ്കിൻ വന്നിട്ടുണ്ട്. ദെൻ ഗൈസ് പിന്നിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയുള്ള ഒരു ഇമോട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുമോ? പിന്നുള്ളതെന്ന് വെച്ചാൽ ബാനറും അവതാരം കാര്യങ്ങളൊക്കെയാണ്. ഇത്രയൊക്കെയാണ് ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുന്നത്. ഏതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഗൈസ് നമുക്ക് വരും ദിവസങ്ങളിൽ ഇതൊക്കെ അറിയാൻ സാധിക്കും. ഇതുകൂടാതെ തന്നെ 3-ാം തീയതി നമുക്ക് മിസ്റ്ററി ഷോപ്പ് ഇവൻറ്റ് വരുന്നതാണ്. അടുത്ത മാസം തന്നെ പുതിയ ഒരു ബുയാ പാസ് വരുന്നതാണ്. അതുകൂടാതെ ഫെബ്രുവരി 2-ാം തീയതി പുതിയൊരു ഇവോ വോൾട്ട് ഇവൻറ്റ് വരുന്നതാണ്. നമ്മൾ പറഞ്ഞേക്കുന്ന ഇത്രയും കൺസ്കിനും വരുന്നതാണ്. 6-ാം തീയതി തൊട്ട് ലാസ്റ്റ് ഡൊമൈൻ ക്ലാഷ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് വരുന്നതാണ്. ഈ ഒരു ഇവൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താണ്ടി ഒരു പെറ്റിൻ്റെ സ്കിൻ കിട്ടുന്നതാണ്. അതായത് നമ്മുടെ ആ ഒരു സ്പിരിറ്റ് ഫോഴ്സ് ഇല്ല, അതിന് താണ്ടി ഇങ്ങനത്തെ ഒരു പെറ്റിൻ്റെ സ്കിൻ കിട്ടുന്നതാണ്. ഇതിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബണ്ടിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് 6-ാം തീയതി വരാൻ പോകുന്ന ഈ ഇവൻറ്റ് വഴിയിട്ട് നമുക്ക് ആ ഒരു ടോക്കൺസും കാര്യങ്ങളൊക്കെ നമ്മുടെ ജുജുക്സു കൈസൻ്റെ ഫ്രീ ഇവൻറ്റ് ടോക്കണും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. കുറേ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ എക്സ്ചേഞ്ച് അടിക്കാൻ പറ്റും. ദെൻ ഗൈസ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തായിട്ട് വരാൻ പോകുന്ന ആനിമി കൊളാബറേഷൻ ഏതാണെന്നാണ്. സോ അത് പല കൂട്ടുകാരും ചോദിക്കുന്നുണ്ട്. അടുത്തായിട്ട് വരാൻ പോകുന്ന ആനിമി കൊളാബറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇപ്പം നമുക്ക് വരാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി തന്നെ പല OB അപ്ഡേറ്റിനും പല ആനിമി ആയിട്ടാണ് കൊളാബ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈസിപ്പം നമ്മുടെ ഗെയിമിനൊക്കെ കുറേ അധികം പൈസയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ഈസിപ്പം നമ്മുടെ OB 52 അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈസിപ്പം നമുക്ക് ജുജുക്സു കൈസൻ വന്നിട്ടുണ്ട്. OB 53 അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജിൻഡാമയായിട്ടാണ്. സോ ജിൻഡാമയായിട്ട് കൊളാബറേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓൾറെഡി തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിവാർഡ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇതുകൂടാതെ തന്നെ ഈസിപ്പം പുതിയ കൊളാബറേഷനും കാര്യങ്ങളൊക്കെ ഇതുകൂടാതെ നമ്മുടെ OB 54 അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഗൈസ് നമ്മുടെ OB 54 അപ്ഡേറ്റ് വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ജൂൺ മാസത്തിലാണ്. സോ അതിന് മുമ്പ് തന്നെ ഈസിപ്പം നമുക്ക് കുറേയധികം സർവേയും കാര്യങ്ങളൊക്കെ ഗെയിമിനകത്തോട് വന്നിരുന്നു. സോ ആ ഒരു സർവേയോട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരും ഈസിപ്പം ഏകദേശം 90% ആൾക്കാരും പറഞ്ഞതെന്ന് വെച്ചാൽ ഡ്രാഗൺ ബോളുമാണ്. സോ ഡ്രാഗൺ ബോൾ കൊളാബറേഷൻ ആണ് പുതിയതായിട്ട് വരാൻ പോകുന്നത്. ഈ ഒരു ആനിമിയോട്ടാണ് കൊളാബ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരുടെയും ഫേവറേറ്റ് ആനിമി ഇതായതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്നത് ഇതാണ്. കാര്യം നമ്മുടെ ഗെരീന കൂടുതൽ ആഗ്രഹിക്കുന്നത് പ്രോഫിറ്റ് ആണ്. ഇതിന് മുമ്പിട്ടും ഇങ്ങനത്തെ ഒരു നറൂട്ടോ കൊളാബറേഷനെ ബേസ് ചെയ്തിട്ട് ഒരു സർവേയും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ നറൂട്ടോ ആണ്. അതുകൊണ്ടാണ് ഗെയിമിനകത്ത് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡ്രാഗൺ ബോളും അടുത്തായിട്ട് തന്നെ വരുന്നതാണ്. അതായത് OB 54 അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ഒരു ഡ്രാഗൺ ബോൾ കൊളാബറേഷൻ ആണ് വരാൻ പോകുന്നത്. സോ കുറേയധികം ഐറ്റംസും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. സോ എന്തൊക്കെയാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്, സോ ഏതൊക്കെയാണ് നമുക്ക് ഫ്രീ റിവാർഡ്സ്, മാത്രമല്ല ഏതൊക്കെയാണ് ഫ്രീ ഇവൻ്റ് എന്നൊക്കെ നമ്മൾ എല്ലാം കേസുമ്പോൾ പറയുന്നതാണ്. ഏതൊക്കെയാണ് പെയ്ഡ് ഇവൻ്റ് എന്ന് കേസുമ്പോൾ നമ്മൾ പറയുന്നതാണ്. ദെൻ കേസ് പല കൂട്ടുകാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നറൂട്ടോ ചാപ്റ്റർ 3 വരുമോ എന്ന്. കേസിപ്പം അതിൻ്റെ ഒരു ഐഡിയ ഇല്ല. സോ ഒഫീഷ്യലായിട്ട് ഇതുവരെ കൺഫേം ഒന്നും ആക്കിയിട്ടില്ല. ലീക്സിൻ്റെ ബേസിൽ നമ്മളിപ്പോൾ ഒന്നും പറയുന്നില്ല. സോ വരും ദിവസങ്ങളിൽ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം. മച്ചന്മാരെ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ പുതിയതായിട്ട് ഇവൻറ്റ്സും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് ആ ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കൂടി കാണുന്നവരെ ഇറ്റ്സ് മീ സോൾ ഗെയിമേഴ്സ് സൈനിങ് ഓഫ്. ബൈ ഗൈസ്, ലവ് യു ഓൾ, പീസ് ഔട്ട്.